ഇത്തരം മതങ്ങൾ മനുഷ്യനിലേക്ക് കൂടുതൽ വേരാഴ്ത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ പല ദുരാചാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അനാചാരങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ മതത്തിൻ്റെ ആചാരങ്ങളാക്കി മാറുന്നു അല്ലെങ്കിൽ മാറ്റുന്നു. ഒരു പക്ഷേ പൗരോഹിത്യ സമൂഹത്തിനും ഇതിന് ഗണ്യമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാണെന്നും പറയാൻ പറ്റില്ല. സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, ഇതിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യം പൗരോഹിത്യമാണ്. ഈ പൗരോഹിത്യത്തിന് മതവ്യത്യാസമില്ലാത്ത ചില പൊതു സ്വഭാവങ്ങളുണ്ട്. ആദ്യം തന്നെ അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഭാഷ ദൈവത്തിന് മനസ്സിലായില്ല എന്നാണ്. ഇപ്പോൾ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ദൈവങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന് പകരം ഈ വരുന്ന പൂജാരിമാരെന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് സംസ്കൃതം പറയിപ്പിക്കും. അതെ അതെ. ഞാൻ ഈ ചെറുപ്പത്തിലെ ഒരുപാട് പേര് വീട്ടിൽ മരിച്ച കാരണം ഈ മരണത്തിലൊക്കെ കർമ്മം ചെയ്യേണ്ട ബാധ്യത ചെറുതിലേ ഉണ്ടാവും. എനിക്ക് ചെറുപ്പത്തിലേ വന്ന കാരണം എൻ്റെ അച്ഛൻ മരിച്ച് ഞാൻ കർമ്മം ചെയ്യാനിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഈ കർമ്മി ചോദിച്ചു, കർമ്മി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, കർമ്മി ചോദിച്ചു എന്താ പേരെന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ രാധാകൃഷ്ണൻ. എന്താ നക്ഷത്രം എന്ന് ചോദിച്ചു. ഞാൻ രോഹിണി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാടകം. രോഹിണി നക്ഷത്ര ജാതസ്യ രാധാകൃഷ്ണൻ നാമസ്യ. മലയാളം നന്നായിട്ട് അറിയാവുന്ന എൻ്റെ അച്ഛനോട് എനിക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ സംസ്കൃതത്തിലേ പറ്റൂ എന്നാണ് ആര് പറയുന്നത്? ക്ലർജി പറയുന്നത്. പൗരോഹിത്യത്തിൻ്റെ സ്വഭാവമാണ്. സാർ അത് അനുസരിക്കാൻ ബാധ്യസ്ഥനോ? പിന്നെ ആ സമയത്ത് വേറെ ഓപ്ഷനില്ല സാർ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. നമ്മൾ ചെയ്തേ പറ്റൂ. പിന്നെ എനിക്ക് ഒരിക്കലും മനസ്സിലാകാത്ത കുറേ സംസ്കൃതവും കൂടി എന്നെ കൊണ്ട് പറയിപ്പിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നോ ഇതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടാകുമെന്നോ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. ക്രിസ്ത്യാനികൾക്കാണെന്നുണ്ടെങ്കിൽ കുറേ കാലം ക്രിസ്ത്യാനികളുടെ ദൈവത്തിന് മനസ്സിലായിക്കൊണ്ടിരുന്നത് ലത്തീനായിരുന്നു. പിന്നെ സുറിയാനി ഭാഷ മനസ്സിലായി. പിന്നെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇംഗ്ലീഷ് മനസ്സിലായി. ഈ അടുത്ത കാലത്താണ് ക്രിസ്ത്യാനികളുടെ ദൈവത്തിന് മലയാളം മനസ്സിലാക്കി തുടങ്ങിയത്. എന്നാലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുമ്പോഴും അവർ സുറിയാനിയിൽ തന്നെ അല്ലെങ്കിൽ ലത്തീനിൽ തന്നെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെയൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെയാണ്. കാരണം വേറെ ലോകത്ത് ഒരു ഭാഷയും ദൈവത്തിന് അല്ലാഹുവിന് മനസ്സിലാവില്ല. അറബി മാത്രമേ മനസ്സിലാകൂ എന്നും ആ അറബി എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള കാര്യം ഈ മൊല്ലാക്ക പറയും എന്നും തീരുമാനിക്കുകയാണ്. എല്ലാം റിലീജിയനിൽ ഈ ക്ലർജി വരും. ക്ലർജി അഥവാ പൗരോഹിത്യം ഏത് മതത്തിലും സംഭവിക്കാവുന്ന ഒരു വലിയ അപകടമാണ്. പക്ഷേ ബാക്കി മതങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹിന്ദു മതത്തിന് ഇതിലാൾക്ക് വലിയ സ്വാധീനമില്ല. ആ മരിക്കുന്ന ആ സന്ദർഭത്തിലെ സ്വാധീനം കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പോയി. പിന്നെ അയാളെ നമ്മളൊരു ആശാരിയെ വിളിക്കുന്ന രീതിയിൽ, ഒരു കല്ലാശാരിയെ വിളിക്കുന്ന രീതിയിൽ ആ പർപ്പസിന് വേണ്ടി പൈസ കൊടുത്ത് വളർത്തുന്ന ഒരു എംപ്ലോയി മാത്രമാണ് ഇയാൾ. ഇയാൾക്ക് ഹിന്ദു മതത്തിലെ ഇത്തരം കക്ഷികൾക്ക് വേറെ സ്വാധീനം ഹിന്ദുക്കളുടെ ഇടയിലില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ രക്ഷ. വേറെ സ്വാധീനമില്ല. പക്ഷേ ഇസ്ലാമിനും അങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ പൗരോഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൗരോഹിത്യത്തിന് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട്. പുരോഹിതൻ പാടില്ല എന്ന് കർശനമായിട്ട് വിലക്കുള്ളതാണ് ഇസ്ലാമിൽ. കാരണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഇടപാട് ഡയറക്റ്റ് ഡയലോഗാണ്. ഇൻ്റർമീഡിയറിയുടെ ആവശ്യമില്ല. ഒരിടനിലക്കാരനില്ലാതെ നേരിട്ടാണ് ദൈവവും മനുഷ്യനും തമ്മിൽ ഇസ്ലാമിൻ്റെ സിദ്ധാന്തപ്രകാരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ആശയവിനിമയം നടക്കുന്നത്. പക്ഷേ അതിലാണ് ഏറ്റവും മോശമായ രീതിയിലുള്ള ക്ലർജി വന്നുപെടുന്നത്. ആ ക്ലർജി പറയുന്നതാണ് അവർക്ക് പ്രമാണമായിട്ട് മാറുന്നത്. അവരാണ് പറയുന്നത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം, വഹാബിസം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അബ്ദുൽ അൽ വഹാബ്, പിന്നെ ഇത് സഊദും വഹാബും ചേർന്ന് ഉണ്ടാക്കിയെടുത്തതാണ് സൗദി അറേബ്യ. ഈ വഹാബ് മതനേതാവും സഊദ് ഒരു ചെറിയ പ്രദേശത്തിൻ്റെ ഭരണമെന്ന് പറ്റാൻ അവിടുത്തെ പ്രമാണിയായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ഇസ്ലാം വഹാബിസമാണെന്ന് പറഞ്ഞു. ബാക്കി ഇസ്ലാമിലെല്ലാം കലർപ്പ് വന്നിട്ടുണ്ട്. കലർപ്പില്ലാത്ത ഏറ്റവും സംശുദ്ധമായ ഇസ്ലാം വഹാബിസമാണെന്ന് പറയുകയും ആ വഹാബിസത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുകയും ചെയ്ത രാജ്യമാണ് ഏത്? സൗദി അറേബ്യ. സൗദി അറേബ്യ ഇപ്പം അതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമാണത്. അവരാണ് ആഹാരം എന്തായിരിക്കണം, വസ്ത്രം എന്തായിരിക്കണം,
സൗദി അറേബ്യയുടെ സ്വാധീനത്തിൽ നിന്നാണ് ഈ എന്താണ് അതിൻ്റെ പേര്, ബുർഖ ഇവിടെ വന്നത്. പിന്നെ പർദ്ദ വന്നത്, ബുർഖ വന്നതൊക്കെ ഇവിടെയാണ്. ഞാൻ പഠിച്ചത് ഒരു മുസ്ലിം സ്കൂളിലാണ്. 2 മുസ്ലിം സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് മുസ്ലിംസും ഉണ്ടായിരുന്നു. ഇപ്പോഴും അവരൊക്കെ എൻ്റെ സ്നേഹിതരുമാണ്. പക്ഷെ അന്നൊന്നും ഞാൻ ഈ ബുർഖയും പർദ്ദയും ധരിച്ച ഒരാളെയും ഈ എറണാകുളത്ത് കണ്ടിട്ടില്ല. എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയും, എറണാകുളത്ത് കണ്ടിട്ടില്ല, ഒരാളെയും കണ്ടിട്ടില്ല. എൻ്റെ ക്ലാസ്സിലെ പെൺപിള്ളേരൊക്കെ എന്ത് തട്ട് വിട്ട് വരുമായിരുന്നു എന്ന് മാത്രം. തട്ട ഇടുക എന്നുള്ളതാണ്. ഒരു തുണി ഇങ്ങനെ ഇട്ടിട്ട് മറ്റേ സ്ലൈഡ് ഇതാണ് തട്ടം എന്ന് പറഞ്ഞ സാധനം. അതിട്ട് വരുന്ന പെൺകുട്ടികളുണ്ട്, അതിടാതെ വരുന്നവരും ഉണ്ടായിരുന്നു. ധാരാളം പെൺകുട്ടികൾ അതിടാതെയും വരുമായിരുന്നു. അതെല്ലാം മാറിയിട്ട് എറണാകുളത്ത് പോലും ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ ബുർഖ വന്നത്, ഈ മറ്റേ പർദ്ദ വന്നതെല്ലാം ഈ സൗദി അറേബ്യയിൽ നിന്നും ഉള്ള സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. സാർ, സൗദി അറേബ്യയിൽ ഇതൊക്കെ ഉണ്ടായത് കാലങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. സൗദി ഇപ്പം മാറി. അവിടെ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അധികാരത്തിൽ വന്നതോടുകൂടി അവിടുത്തെ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാം, പരസ്യമായിട്ട് പുറത്തിറങ്ങി നടക്കാം, ബിക്കിനി ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തിറങ്ങാം, നൃത്തം ചെയ്യാം, സിനിമ കാണാൻ പോകാം. അപ്പോൾ അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമ്മൾ ഇരുണ്ട കാലത്തിലേക്ക് നടന്നെടുക്കുന്നു. അങ്ങനെയല്ലേ പറയാ? അല്ല, അത് മാത്രമല്ല, വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ സൗദി അറേബ്യ നിശ്ചയിച്ചു കൊടുത്ത ഡ്രസ് കോഡ്, ഫുഡ് കോഡ്, ആഹാരത്തിൻ്റെ കോഡ്, ഇതൊക്കെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടു. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് വേറെയും സംഘടനകൾ ഇവരോട് മത്സരിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. പലരും വേറെ ഓർഗനൈസേഷൻസൊക്കെ ഉണ്ട്, അവരൊക്കെ ഇവരോട് മത്സരിച്ചിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ എന്ന് വെച്ചാൽ തീവ്രമായിട്ടുള്ള ഇതുണ്ട്. അവരാണ് ഇത് പിടിച്ചു നിർത്തിക്കൊണ്ട് പറയുന്നത്, സ്ത്രീകൾക്ക് തുല്യത കിട്ടുന്ന ഒരു പ്രവൃത്തിയും പാടില്ല എന്ന് ഖുറാനെ ഉദ്ധരിച്ചുകൊണ്ട് ഇവർ ശഠിക്കുകയാണ്. അതാണിപ്പോൾ ഈ നമ്മുടെ ഈ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന സൂംബ ഡാൻസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതോ ചീത്തയോ എന്നുള്ളതിനെക്കുറിച്ചല്ല, അത് നല്ലതാണ് ആളുകൾക്ക്. കാരണം വെച്ചാൽ സംഗീതമുണ്ട്. ഈ സംഗീതം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മെക്കാനിക്കലായിട്ടുള്ളൊരു കാര്യം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഗീതം ഉണ്ടെങ്കിൽ അത് ബ്രെയിനിനെ ഉണർവ് കൊടുക്കും എന്ന് പഠനമുണ്ട്. അതെ, ഞാനത് ഉപയോഗിച്ച ഒരാളാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഞാൻ ചെയർമാനായിരിക്കുമ്പോഴാണ് മെക്കനൈസേഷനിലൂടെ ഇവാലുവേഷൻ നടത്തുന്ന യന്ത്രം കൊണ്ടുവന്ന് വെച്ചത്. ഇപ്പോൾ ഒരു മണിക്കൂറിൽ ഒരു യന്ത്രം 5000 ഈ ആൻസർ ഷീറ്റുകൾ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് തരും. ആ യന്ത്രം കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ആ യന്ത്രം 17 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ സൂക്ഷിക്കണം. അതാണ് അതിൻ്റെ. അപ്പോൾ അവിടെ നിൽക്കുന്നവരെ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്യുകയും, അത് ആരോഗ്യമൊക്കെ ഉള്ളവരെയൊക്കെ അവിടെ സെലക്ട് ചെയ്യുക. അവർക്ക് പ്രത്യേകം വസ്ത്രങ്ങളൊക്കെ ഉണ്ട്, ആ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. പക്ഷെ അവർ ഈ വളരെ മെക്കാനിക്കലായിട്ടുള്ളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതും കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് സംഗീതം വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ്. എന്നിട്ട് അവിടെ ഇപ്പോഴും ഉണ്ടത്. മലയാളത്തിലെയും ഹിന്ദിയിലെയും ഒക്കെ ഏറ്റവും മനോഹരമായ പാട്ടുകൾ അവർക്ക് ഇങ്ങനെ 24 hours അതിനകത്ത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ അവർക്ക് കേട്ടുകൊണ്ടിരുന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? സിസ്റ്റം നോക്കിയിരിക്കുമോ? ഈ സിസ്റ്റം ഇത് ചെയ്യുന്നത് നോക്കിയിരിക്കണ്ടേ? അപ്പം മനസ്സിനെ ഒന്ന് ഉദ്ദീപിപ്പിച്ചുകൊണ്ട് മനസ്സിന് അത് ആരോഗ്യം കൊടുക്കുമെന്നുള്ളതാണ്. അപ്പം മനസ്സിനും ശരീരത്തിനും ആരോഗ്യം കൊടുക്കുകയും ശരീരത്തിന് വലിയ ആയാസം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ സൂംബോ ഡാൻസിൻ്റെ ഒരു പ്രത്യേകതയായി പറയുന്നത്. അപ്പം അതിനകത്ത് മ്യൂസിക് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പിന്നെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എക്സർസൈസും ഉണ്ട്. ഇത് ചെയ്യുന്നതാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് മതം വിലക്കിയാണ്. സിനിമ പാടില്ല, സംഗീതം പാടില്ല, ഡാൻസ് പാടില്ല. ഏതോ ഒരു ഇതിൻ്റെ അടുത്ത് ഡാൻസ് ചെയ്തതിന് വലിയ പ്രശ്നം ഉണ്ടാക്കിയത്, വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇതൊന്നും പാടില്ല. കാരണം സ്ത്രീയും പുരുഷനും കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ഇതിൽ സ്ത്രീയും പുരുഷനും കാണുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ലൈംഗിക ബന്ധം പുലർത്താൻ വേണ്ടിയാണ് സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം കാണുന്നത് എന്ന മൂഢവിശ്വാസത്തിലാണ് ഇവരിയ്ക്കുന്നത്. അതുകൊണ്ടാണ് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചിരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പഠിച്ച മുസ്ലിം സ്കൂളെന്ന് പറഞ്ഞാൽ മിക്സഡ് സ്കൂളായിരുന്നു.
സെയിൻറ്റ് ആൽബർട്ട്സ് അന്ന് ഇത് ആൺകുട്ടികൾക്കുള്ള, ഞങ്ങൾ പെൺകുട്ടികളും ഉള്ള സ്ഥലത്താണ് പഠിച്ചേക്കണ. ആ പെൺകുട്ടികൾക്ക് ഞങ്ങൾ ആൺകുട്ടികളുണ്ടായി, ആൺകുട്ടികൾ മിക്സഡ് സ്കൂളിൽ പഠിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളുടെ ചാരിത്രവും നഷ്ടപ്പെട്ടിട്ടില്ല. സാറേ, ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരിത് ഉണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വേണമെന്നൊരു സംഭവം ഉണ്ടായി. അന്നും ഇതേപോലെ പ്രശ്നം ഉണ്ടായി. ഒരു വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് അത് ധരിക്കാൻ പറ്റില്ല. ഇപ്പോൾ സൂംബ ഡാൻസ് എന്ന് പറയുന്നു, അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് കിടന്ന് തുള്ളുന്നു പറയുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അല്പവസ്ത്രം ധരിച്ചു കിടന്ന് തുള്ളുന്നു എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഭോഷ്കായ ഒരു കാര്യമല്ല. അത് മാത്രമല്ലെന്ന്, ഇവരിതിനെ തുള്ളലായിട്ടാണ് കാണുന്നത്. അങ്ങനെയല്ല. ആ ഒരു എക്സർസൈസ്, ഈ സൂംബോ ഡാൻസ് കഴിയുന്നതോടുകൂടി അവരുടെ ഒരു ബ്രെയിനിന് കുറച്ച് പാട്ട് കേൾക്കുന്നതൊക്കെ നല്ല കാര്യമാണല്ലോ. ഈ മൊരടന്മാർക്ക് ഇതൊന്നും വേണ്ടെങ്കിൽ വേണ്ട എന്ന് ആര് പറഞ്ഞു ഇവരോട് ചെയ്യാനായിട്ട്? ഇവരാരാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഇവർക്ക് ആര് അധികാരം നൽകി? അവരുടെ ജീവിതത്തിൽ ഏർപ്പെടുത്തിക്കോ. അവർ സിനിമ കാണണ്ട, ഡാൻസ് കാണണ്ട, എവിടെ പെണ്ണിനെ കണ്ടാലും കയറി പിടിച്ചോ, എന്ത് വേണമെങ്കിലുമൊക്കെ ചെയ്തോളൂ. കാരണം സ്ത്രീകളുടെ ഏക ഉപയോഗം ഇതാണെന്നാണല്ലോ ഇവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. പുരുഷന്മാർക്ക് പ്രത്യേക അധികാരം ഉണ്ടെന്നാണ് ഇവർ വിശ്വസിച്ചിരിക്കുന്നത്. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളതും ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. പക്ഷേ ഖുറാനിലല്ല എവിടെ പറഞ്ഞു കഴിഞ്ഞാലും അത് നീതിരഹിതമാണെങ്കിൽ അതിനെ തള്ളിക്കളയേണ്ടി വരും. നമ്മൾ നീതിയിൽ വിശ്വസിക്കുന്നൊരു സമൂഹമാണ്. ആ നീതിയിൽ വിശ്വസിക്കുന്നൊരു സമൂഹത്തിന് തള്ളിക്കളയേണ്ടി വരും. അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോകണം. ഇതല്ല എന്നുണ്ടെങ്കിൽ മതം സൈനൈഡിനേക്കാൾ മാരകമായ വിഷമായിട്ട് മാറും. ഇപ്പോൾ ഇവർ മതത്തെ മാരക വിഷമാക്കി നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കിവിടുകയാണ്. കാരണം അയാൾ വെച്ചേക്കണ അത്രയും താടിയും വെച്ചുകൊണ്ട് ചെറുപ്പക്കാരനെ ഞാൻ ടി വിയിൽ കണ്ട്. അയാൾ വലിയ താടിയൊക്കെ വെച്ചുകൊണ്ട് അയാൾ ഇരുന്നുകൊണ്ട് പറഞ്ഞു ഇതൊന്നും പറ്റില്ല എന്നാണ്. അപ്പോൾ ഈ കണക്കിന് ഈ താടിക്കാരന്, ആ താടിയും വെച്ചിട്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ ഈ റോട്ടിലിറങ്ങി നടക്കുന്ന സമയത്ത് ഈ ബുർക്ക ഇടാത്ത പെൺകുട്ടികളെയും സ്ത്രീകളെയും എങ്ങനെയായിരിക്കും നോക്കുക? എങ്ങനെയായിരിക്കും അത് നോക്കുക? അവൻ കണ്ണുകൊണ്ട് ഓരോരുത്തരെയും ബലാത്സംഗം ചെയ്തു പോവുകയല്ലേ. അപ്പോൾ ഈ രീതിയിൽ മതത്തെ ദുരാചാരം, മതം എന്ന് പറഞ്ഞാൽ അനാചാരങ്ങളുടെയും ദുരാചാരങ്ങളുടെയും ആഘോഷപൂർവമായിട്ടുള്ള അനുഷ്ഠാനമാണ് എന്ന് വരുത്തി തീർക്കുന്ന ക്ലർജി, അത് ഇസ്ലാമിക് ക്ലർജിയാണ് ഇപ്പോൾ ഏറ്റവും രൂക്ഷമായ രീതിയിൽ വരുന്നത്. ക്രിസ്ത്യാനിറ്റിയൊക്കെ വളരെ മാറി, അത് ഡെമോക്രാറ്റൈസ് ചെയ്യപ്പെട്ടു. മാത്രമല്ല അവരുടെ വിവാഹത്തിലൊരു നിയമം എന്തായിരുന്നു? ദൈവം കൂട്ടിയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിവാഹം, ഇപ്പോൾ ആരെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന വിഭാഗങ്ങളിലൊന്ന് ക്രിസ്ത്യാനിറ്റിയാണ്. അവർ നേരെ പോകുന്നു, കോടതിയിൽ പോകുന്നു, വിവാഹമോചനം നേടിപ്പോകുന്നു. കൂട്ടിയോജിപ്പിച്ച ദൈവമാണെങ്കിലും മനുഷ്യനും കൂടി അതിനകത്ത് പങ്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വേർപെട്ട് പോയിക്കോളാം എന്ന് പറയുകയാണ്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിലുള്ള അവബോധം വളർന്നിരിക്കുന്നു. അപ്പോഴാണ് ഇവർ പറയണത് പെൺകുട്ടികൾ ഇങ്ങനെ വരാൻ പാടില്ല, ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം. അതല്ല ഈ അടുത്ത കാലത്ത് ഒരു മോറൽ പോലീസിങ് നടന്നില്ലേ? അതെ. ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ലേ? അതെ. ഇവരാരാണെന്ന്, ഇവർക്ക് വേണ്ടെങ്കിൽ ഇവരെടുക്കണ്ടെന്ന്. ഈ പറഞ്ഞ താടിക്കാരൻ അവന് വേണ്ടെങ്കിൽ അവൻ ചെയ്യണ്ട, അവൻ്റെ മക്കളെ സൂംബോ ഡാൻസിന് ഉൾപ്പെടുത്തണ്ടെങ്കിൽ ആ സ്കൂളിൽ നിന്ന് മാറ്റി അവന് വേറെ സ്കൂളിൽ പിള്ളേ ചേർക്കാമല്ലോ. ആര് പറഞ്ഞു? പക്ഷേ കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടി, സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടി, അവർക്കുണ്ടാകാവുന്ന വിഷമങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ഒരു എക്സർസൈസ് എന്ന നിലയ്ക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ, യോഗ വന്നപ്പോഴും അവർ ഇത് തന്നെ പറഞ്ഞ് യോഗ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി ഇവർക്ക് പറ്റുന്നത് എന്താണ്? അതിവർ ചെയ്തോളൂ. ബാക്കി ജനങ്ങളുടെ മേലിൽ ഇവർ അടിച്ചേൽപ്പിക്കാൻ വരുന്നതാണ് ഏറ്റവും മാരകമായ അവസ്ഥ. മതത്തെ ഇത്തരത്തിൽ മതം മാരക വിഷമായി മാറുമ്പോൾ ആ മതത്തെ വിഷലിപ്തമാക്കുന്നവരെ നിയന്ത്രിക്കുക തന്നെ വേണം. അതിൽ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മുടെ സമൂഹത്തെ ഈ മതത്തെ കൊണ്ട് വിഷലിപ്തമാക്കിയ ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി മഹത്തരമായ സംഘടനയാണെന്ന് കോൺഗ്രസ് അംഗീകാരം കൊടുത്തു എന്നുള്ള കാര്യം
കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെയും ഏറ്റവും കറുത്ത അധ്യായമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.